ഹലോ. അങ്ങനെ നോമ്പ് 17 ആയിണ്ട് അമേരിക്കയില്. ഇന്ന് മുഖത്ത് എന്താ ഒരു തെളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിയാകുമ്പോഴേക്കും പണി കഴിഞ്ഞ്. പിന്നെ വെള്ളിയാഴ്ചയും. അപ്പൊ സാറ്റർഡേ സൺഡേ അടുപ്പിച്ച് 2 ദിവസം ലീവ് കിട്ടുന്നതിന്റെ സന്തോഷമാണ് എന്റെ മുഖത്ത്. വെതർ അപ്ഡേറ്റ് ആണെങ്കിലോ ഇപ്പൊ ഫുൾ ടൈം മഴയാണേ. എല്ലാ സ്നോയും മെൽറ്റ് ചെയ്ത് പോയത് കണ്ടോ? പക്ഷെ എന്റെ മുറ്റം കുറച്ച് വൃത്തികേടായിട്ടുണ്ട് സ്നോ ഒക്കെ പോയപ്പോ. ഇനി അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് ഒരു ദിവസം. ഇന്നാണെങ്കിൽ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്ക് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടാ. ഞങ്ങൾ അടുത്തായി അറിഞ്ഞത് തൊട്ടിട്ടുള്ള എല്ലാ നോമ്പിനും ഒരു ദിവസം നോമ്പ് തുറക്കാൻ പുള്ളിക്കാരത്തിനെ വിളിക്കാറുണ്ട്. അതിനുവേണ്ടി എല്ലാ എഫേർട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. ഇവിടെ നിൽക്കാൻ പോകുന്നതായതുകൊണ്ട് ഞാൻ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി വെച്ചുട്ടാ. ഡിഷ് വാഷർ ലോഡ് ചെയ്യലും ട്രാഷ് എടുത്ത് കളയലും കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉമ്മ എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ചുരിദാർ എടുത്തിട്ടെ. കുറച്ചേറെ ലൂസാണ്, പക്ഷെ ഇവിടെ ഷേപ്പാക്കാനൊക്കെ നല്ല പാടാട്ടോ. പിന്നെ ഒരു കുളിമുടച്ചലും മുടഞ്ഞ് ചെറുതായിട്ടൊരു മേക്കപ്പും ചെയ്ത്. ഡ്രസ്സ് കുറച്ച് ലൂസാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടോ എനിക്ക്. ഒരു പാകിസ്ഥാനി ടൈപ്പ് മോഡൽ ചുരിദാർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പജാമാസും ബാഗിലാക്കി എല്ലാം സെറ്റാക്കി ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ലേറ്റായി എൻ്റെ ഹസ്ബൻഡിന് വർക്ക് കിട്ടിയോണ്ട്. പിന്നെ പുറത്ത് നല്ല തണുപ്പും ഉണ്ടായിരുന്നേ. ഇവിടെ എത്തി എൻ്റെ ഫ്രണ്ട് ഒരു കുഞ്ഞ് ഡെക്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ള സ്നാക്സ് എല്ലാം പൊരിച്ച് വെക്കായിരുന്നു. നമ്മുടെ മലപ്പുറത്ത് ഫേവറേറ്റ് ആയിട്ടുള്ള ഉന്നക്കായയും ചട്ടിപ്പത്തിരിയും ബണ്ണും നിറച്ചതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സും കണ്ണൊക്കെ നിറഞ്ഞു. പിന്നെ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ട് കണ്ട ഒരു ഡ്രിങ്ക് ഇല്ലേ, മാംഗോ സാബോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തന്നെ അത് പറയാൻ തോന്നുന്നു. ആ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സൂപ്പർ റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് കേട്ടോ. അതിൽ ആ ചൊവ്വരി സാബുനരി പറയുന്ന ഐറ്റം ഇല്ലേ, അതിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ വിഭവങ്ങളുടെ ലുക്കിൽ മാത്രമല്ല ടേസ്റ്റിലും നല്ല അപാര കഴിവുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ടിന്. നല്ല കൈപ്പുണ്യാണ്. മാഷാ അല്ലാ, പറയാതിരിക്കാൻ വയ്യ. ഞാൻ പൊരിക്കടികളൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് പുറകിൽക്കാണ്. പക്ഷെ നമുക്കെല്ലാം ഒരു ഇൻസ്പിറേഷൻ ആണ് കേട്ടോ പുള്ളിക്കാരത്തെ. പിന്നെ പുള്ളിക്കാരത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഇഫ ചിക്കൻ എന്ന് പറഞ്ഞൊരു റെസിപ്പി ഉണ്ട്. അതെനിക്ക് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതും എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടാതെ ബിരിയാണി ഉണ്ടായിരുന്നു. ഇതാണ് ആ പറഞ്ഞ ഇഫ ചിക്കൻ. അതിന്റെ മുകളിൽ ഫൈനലായിട്ട് മസാല തേച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കും. ഇത് മാത്രം മതി നമുക്ക് വയറ് നിറയാൻ വേണ്ടിയിട്ട്. അത്രയും സ്പൈസിയും ടേസ്റ്റിയും ആണ്. പക്ഷെ എല്ലാം കൂടെ ഒറ്റയടിക്ക് തീർക്കാതെ ഞങ്ങൾ എല്ലാം ടൈം എടുത്ത് നിർത്തി നിർത്തി കഴിച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ ഫൈനലായിട്ട് ബട്ടർ സ്കോച്ചിന്റെ ഒരു പുഡിങ്ങും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ ഫുഡാണെങ്കിലോ അപ്പവും ബീഫ് സ്റ്റ്യൂയും. ഇത്രയും ഫുഡ് ഐറ്റംസ് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം എഫേർട്ട് ഞങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ടെന്ന്. ലൈഫ് ലോങ് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന കുറച്ച് റിലേഷൻഷിപ്സ് ഉണ്ട് കേട്ടോ എനിക്ക്. അത്രത്തോളം സ്പെഷ്യലാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട്. ഇങ്ങനെ സ്പെഷ്യലായിട്ടും പ്യുവറായിട്ടുള്ള ബന്ധങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബൈ.